ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ റോൾ സാധാ ചിക്കൻ റോളിനെക്കാട്ടിയും ഒന്നും കൂടി ടേസ്റ്റാണ്. അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ലൊരു സോഫ്റ്റായിട്ട് ഉള്ളിലുള്ള ഫില്ലിങ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്. മാവ് കുഴച്ച് പരത്തി അതിൻ്റെ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 200 ഗ്രാം ചിക്കന്, അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണിത്, പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നല്ലോണം അരയണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 വലിയ ഉള്ളിയാണ് കേട്ടോ ഇതുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഞാനിപ്പം ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി വാടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5-10 മിനിറ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, ചിക്കൻ്റെ പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ബിരിയാണീൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി കുക്കാക്കി എടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു പൊടിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ഇതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ റോളിനുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ഒരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഈ കട്ടകളൊന്നും ഇല്ലാതെ നല്ല മിക്സാക്കി കൊടുക്കാം, നല്ലൊരു സോഫ്റ്റായിട്ട് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം, ഫുള്ളായിട്ട് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി നല്ല ലൂസാക്കിയിട്ട് എടുക്കാം. നല്ല ലൂസിൽ തന്നെ ഇത് കലക്കിയെടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കനം കുറഞ്ഞ ദോശ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ലൂസായിട്ട് വേണം ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ അതാ ചട്ടി ചൂടായിട്ടുണ്ട്, നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഓരോ ദോശയും ചുട്ടെടുക്കാം. നല്ല ലൂസിലാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ദോശക്ക് നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റോള് നല്ല കട്ടിയിലായി പോവും. അപ്പോൾ നല്ല നൈസാക്കിയിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. പാലാടക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററിയില്ലേ, അതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ലൂസിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ അതാ ദോശൻ്റെ ഒരു സൈഡിൽ നീളത്തിൽ ഞാൻ ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം പിന്നെ താഴത്തുനിന്ന് നല്ല റോൾ ചെയ്ത് വരാണ് വേണ്ടത്. അപ്പോൾ തന്നെ ഈ ഒരു ചൂടോടെ തന്നെ ചെയ്യുമ്പം അത് അവിടെ ഒട്ടിപ്പിടിക്കും. ഇനിയിപ്പം ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാവിൻ്റെ കുറച്ച് ആ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലതും ചെയ്തെടുത്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരാം. അപ്പോൾ അത് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇത് ഇടാനായിട്ട്. അപ്പോൾ അത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഞാൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്നാക്ക് നല്ല
ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ദോശ നല്ല കനം കുറച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുണ്ടാവും. നല്ല വണ്ണത്തിലായിരിക്കും ഈ ഒരു ചിക്കൻ റോളൊക്കെ കിട്ടുക. അപ്പോൾ നല്ല നൈസാക്കിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ചിക്കൻ റോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിക്കൻ റോൾ സാധാ ചിക്കൻ റോളിനെക്കാട്ടി നല്ലൊരു ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ്, പുറമേ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.